ഒറ്റപ്പെടലിന്റെ ഇരുൾഭിത്തിക്കുള്ളിൽ സ്വയം തളച്ചിടാതെ അതിജീവനത്തിന്റെ വാതായനങ്ങൾ തേടുന്ന 1000 പേരുടെ സ്വാന്തനമിത്രമായി, അമ്മയായി, അഭയമായി, കാവലായി, കരുതലായി ഏവർക്കും മാറിടുന്നു ദർശന ക്ലബ്ബ്. ഒരുപാട് പേരുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉയരങ്ങൾ കീഴടക്കാൻ ശ്രമിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. ഇന്ന് ഇരിഞ്ഞാലക്കുട നടക്കുന്ന അത്ലറ്റ് മീറ്റിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ എല്ലാ കൂട്ടുകാർക്കും ദർശന ക്ലബിന്റെ അഭിമാനത്തോടെയുള്ള ആശംസകൾ നേരുന്നു. 130ാം സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രാർത്ഥനയോടെ ദൈവികമായ ചൈതന്യത്തോടെ സ്നേഹസംഗമത്തിന് തുടക്കം കുറിക്കാം. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി കുമാരി മേരി ആഗ്നസിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവാരൂപിയെ സ്നേഹജോലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. ദൈവാരൂപിയെ സ്നേഹജോലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമായി. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമായി. യേശുവേക വിമോചകനെന്നും വിശ്വമാകെ ഉദ്ഘോഷിക്കാം. യേശുവേക വിമോചകനെന്നും വിശ്വമാകെ ഉദ്ഘോഷിക്കാം. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. സാന്ത്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാം. സാന്ത്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാം. ദൈവാരൂപിയെ സ്നേഹജോലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. ദൈവാരൂപിയെ സ്നേഹജോലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഏറെ സ്നേഹത്തോടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും പ്രിയ കൂട്ടുകാർക്കും ഏറ്റവും ഹൃദ്യമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക എന്നതാണ്. അതിനായി
ശ്രീ ജോർജ് ചാലിശ്ശേരി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദർശന ക്ലബിൻ്റെ 130-ാം സംഗമത്തിൽ സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ആദ്യമായി അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും കൂടെയുള്ള എല്ലാമെല്ലാമായ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന റവറൻ ഫാദർ വിന്നി വർഗീസ്, കാപ്പുച്ചിൽ ആശ്രമം ഡയറക്ടർ ഓഫ് ഗോകുൽത്ത റിട്രീ സെൻറ്റർ കുറുമാലി അച്ഛനെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മുഖ്യാതിഥി ശ്രീമതി വിദ്യാകൃഷ്ണകുമാർ, അധ്യാപിക, നിർമ്മല കോളേജ് ചാലക്കുടി മാഡത്തിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രസംഗത്തിനായി എത്തിച്ചേർന്ന മിഷോ, മുൻ പഞ്ചായത്ത് മെമ്പർ, സോഷ്യൽ വർക്കർ, ക്ഷീരകർഷകർ എന്നിവരെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അവതരണം നടത്തുന്ന കുമാരി ലീനയെയും പ്രാർത്ഥന ആലപിച്ച മേരി അഗ്നസ് ജോർജിനെയും ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ജോസ് കൊരട്ടിയെയും നന്ദി പ്രകാശിപ്പിക്കുന്ന ട്രിസ മുള്ളൂർക്കര എന്നിവരെയും ദർശന ക്ലബിൻ്റെ എല്ലാമെല്ലാമായ പിയൂസ് കോട്ടപ്പുറത്തിനെയും പ്രസിഡന്റ് ഷിബിൻ ഹാരിയെയും സെക്രട്ടറി ജ്വലന TS-നെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് ഈ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ദർശന ഇന്ന് വളർന്ന് പലവിധ മേഖലകളിൽ പ്രവർത്തനം നടത്തി മുന്നേറുകയാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഗ്രൂപ്പുകളെ പരിചയപ്പെടുന്നതിനും റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനും നമ്മുടെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ജോസേട്ടൻ കൊരട്ടി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിതരുടെ ശിങ്കാരി മേളൻ ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ് ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്കു വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ചപരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 436 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സൊറോസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിൻ്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനും വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ഏദൻ ഗ്രൂപ്പ്. മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏദൻ ഗ്രൂപ്പ്. മക്കളില്ലാത്തതിന്റെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേരിടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ. 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ്ബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 7000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിനും വേണ്ട ധ്യാനങ്ങൾ, ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തിവരുന്നു. പഠനക്കളരി. കമ്പ്യൂട്ടർ പഠിക്കുന്നതിന് വേണ്ടി റീടേക്ക് എന്ന വാട്സപ്പ് ഗ്രൂപ്പും ഇന്നത്തെ ആധുനിക രീതിയിൽ കണക്കിനെ പറ്റി അറിയുന്നതിന് കണക്കറിവ് എന്ന വാട്സപ്പ് ഗ്രൂപ്പും PSC പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ചെയ്തു വരുന്നു. കൂടാതെ വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അത്ലറ്റ് മീറ്റും വീൽചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും ഇപ്പോൾ പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായി ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം. എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഓൺലൈനിലൂടെ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിംഗിലൂടെ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യപ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. സ്നേഹമുള്ളവരെ, 2/12/2023 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന 129ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. അവതരണം ശ്രീമതി പ്രീമ ഷാജു. പ്രാർത്ഥന ശ്രീ ജോൺ പറപ്പൂർ. സ്വാഗതം ശ്രീ പിയൂസ് കോട്ടപ്പുറം. ശ്രീ ജോസ് കൊരട്ടി ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷ പ്രസംഗമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. തോമസ് അച്ച മുഖ്യാതിഥി. മറ്റെല്ലാവർക്കും സ്വാഗതം. ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ വിജയം നേടിയവർക്ക് അഭിനന്ദനം. 9-ാം തീയതി ഇരിങ്ങാലക്കുടയിൽ വരവേൽപ്പ്. 9-ന് ഇരിങ്ങാലക്കുടയിൽ വെച്ച് അത്ലറ്റ് മീറ്റ് പഞ്ചഗുസ്തി മത്സരം നടക്കുന്നു. എല്ലാവരും എത്തിച്ചേരുക. 10-ാം തീയതി അവർ ലേഡി ടോറസിന്റെ വാർഷികം മേഴ്സി പീസ് ഹോമിൽ നടക്കുന്നു. പരമാവധി പേരും വന്ന് പങ്കെടുക്കുക. 3-ാം തീയതി ഭിന്നശേഷി ദിനമാണ്. ഈ മാസം 23-ാം തീയതി 25 പേർ നിർദ്ധരായ കുട്ടികൾക്ക് കിറ്റ് സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. കുടുക്കയിൽ 500 രൂപയും 500 രൂപയുടെ സാധനം കൊടുക്കുന്നത് ആഗ്രഹിക്കുന്നവർ പേര് തരിക. സ്നേഹസംഗമത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് റവറൻ ഫാദർ തോമസ് വാഴക്കാല CMI ഡയറക്ടർ KESS നടത്തറ അച്ഛനായിരുന്നു. പ്രിയ സോളമനച്ച, മറ്റ് ഭാരവാഹികളെ എല്ലാവർക്കും നമസ്കാരം. നാളെ ഭിന്നശേഷി ദിനമാണ്. നമ്മുടെ കഴിവുകളെ വളർത്തിയെടുക്കുക. കൂട്ടായ പരിശ്രമത്തിലൂടെ നടത്തുന്ന ക്ലബിന് നന്ദി. ജീവിതം ഉള്ളതിൽ സന്തോഷിക്കുക. ഭിന്നശേഷി ദിനത്തിന്റെ എല്ലാ നന്മകളും ആശംസകൾ നേർന്നുകൊണ്ട് എന്നെ വിളിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് യോഗം ഉദ്ഘാടനം നിർത്തുന്നു. മുഖ്യ അതിഥിയായി വന്നത് ശ്രീമതി പാണ്ഡു സിന്ധ്യ, സീനിയർ സൂപ്രണ്ട്, ജോയിന്റ് ഡയറക്ടർ ഓഫീസ് LSGD വകുപ്പ്, തൃശൂർ കളക്ടറേറ്റ് അവർകളായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പാണ്ഡു സിന്ധു, തൃശൂർ കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്നു. 3 വയസ്സിൽ എനിക്കും പോളിയോ ബാധിച്ച് 2 കാലുകളും തളർന്നതാണ്. ഇപ്പോൾ ഞാൻ കാർ ഓടിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം. കുറവുകളെ അതിജീവിച്ച് ജീവിക്കുക. 2 ദിവസം മുമ്പുള്ള മീറ്റിംഗിൽ വെച്ച് ഞാൻ സോളമച്ചനെ പരിചയപ്പെട്ടു. എന്നെ വിളിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പിന്നെ സംശയങ്ങൾ ചോദിക്കുകയും മറുപടി തരികയും ചെയ്തു. യോഗത്തിന്റെ അവസാനം നന്ദി പറഞ്ഞത് ശ്രീമതി റഹീന അബു പാവർട്ടി. യോഗം അവസാനിപ്പിച്ചു. അവസാനം ജോസ് കൊരട്ടി ഒരു ചോദ്യം ചോദിക്കട്ടെ എന്നും ഉത്തരം 30 സെക്കൻഡിൽ പറയണമെന്നുമായിരുന്നു. ചോദ്യം ദർശന ക്ലബിന്റെ എംബ്ലത്തിൽ എത്ര കൈ ഉണ്ട് എന്നുള്ളതാണ്. ഉത്തരം ചാടി പറഞ്ഞത് രതി ബാലൻ പുത്തൂർ. സമ്മാന തുകയും കൊടുത്തു.
എല്ലാവരുടെയും അംഗീകാരത്തിനായി ഈ റിപ്പോർട്ട് സഭാസമക്ഷം സമർപ്പിക്കുന്നു. അടുത്തതായി ഏറെ വിശിഷ്ടമായ ഒരു മുഹൂർത്തമാണ്. ദർശന ക്ലബ്ബുമായി അറിയാതെ തന്നെ ഏറെ അടുപ്പമുള്ള ഒരു ഫാദറാണ് ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി എത്തിയിരിക്കുന്നത്. റവറൻ ഫാദർ വിന്നി വർഗീസ്, കപ്പൂച്ചിൻ സഭ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഗാഗുൽത്ത റിട്രീറ്റ് സെന്റർ, കുറുമാൽ. അവിടെയാണ് അച്ഛൻ സേവനമനുഷ്ഠിക്കുന്നത്. അച്ഛനെക്കുറിച്ച് പറയാനാണെങ്കിൽ അച്ഛനാവുന്നതിന് മുമ്പ് തന്നെ ഒരു അധ്യാപകനായിരുന്നു. നമ്മുടെ ലില്ലിയുടെ ആങ്ങളയുടെ മകൾ സിമിയെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ജീവിത വഴിത്താരയിൽ നമ്മുടെ ഇൻചാർജർ ബീന ചേച്ചി ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ബാസ്കറ്റ്ബോൾ കോച്ചായ അജിലിൻ്റെ റിലേറ്റീവ് കൂടിയാണ് അച്ഛൻ. അച്ഛൻ ഏറ്റവും ബഹുമാനത്തോടെയും ആദരവോടെയും ക്ഷണിക്കുന്നു. ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, അപ്പൊ എല്ലാവർക്കും വരാൻ പോകുന്ന ക്രിസ്തുമസിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസ നേരെയാണ്. യഥാർത്ഥത്തില് നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഉത്സവം തന്നെയാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന, ലോകത്തുള്ള എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവം, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു വിളനിലമാകുന്ന ഒരു ഉത്സവം നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ക്രിസ്മസിന്റെ വിഷിങ് സ്നേഹപൂർവ്വം നേരെയാണ്. ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, ഞാന് ഇപ്പൊ നേരത്തെ കുറെയൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ഈ ദർശന ക്ലബിനെ കുറിച്ചൊക്കെ കുറച്ച് പറഞ്ഞു. പക്ഷെ എനിക്ക് വിജയത്തില് ആകെ എനിക്ക് ഇതിനെ കുറിച്ച് അറിയാൻ കുറച്ചും കൂടി എനിക്ക് ഐഡിയ പറഞ്ഞൊക്കെ തന്നത് കുട്ടനല്ലൂരുള്ള ബീനമ്മയാണ്. അപ്പൊ ബീനമ്മയെ അങ്ങനെ കുറെ ഇടയ്ക്കിടയ്ക്ക് ആള് പറയാറുണ്ട്, സോളമനത്തിന് ഒപ്പം പോയിണ്ടായിരുന്നു, പിന്നെ അതുപോലെ അമലയിൽ പോയിണ്ടായിരുന്നു, അവിടെ അക്കൗണ്ടന്റിന്റെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ആളിങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ഇത് എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. കാരണം എനിക്ക് കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്റെ പരിചയത്തില് ഇപ്പോ എന്റെ കസിനും കൂടിയാണ് അജില് മുണ്ടൂരുള്ളത്. പിന്നെ അതുപോലെ ഞങ്ങൾ നല്ല പരിചയങ്ങളാണ്. ലില്ലി ചേച്ചിക്കായിട്ട് ആറ്റത്തറയിലെ ചേച്ചിയായിട്ട് നല്ല പരിചയമുണ്ട്. പിന്നെ ഞാനും ആളുടെ കസിനായിട്ടുള്ള ഒരു സിസ്റ്ററായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. കുറച്ച് നാളുകൾ സെമിനാരിക്ക് പോണതിന് മുമ്പ് തന്നെ ഞാനൊരു 8 കൊല്ലത്തോളം ഒരു സ്കൂളിൽ പഠിപ്പിച്ചതിന് ശേഷമാണ് സെമിനാരി കയറിയത്. പട്ടം കിട്ടിയിട്ട് 1 കൊല്ലമായിട്ടുള്ളൂ. പുത്തനത്തിനാണ്. അപ്പൊ അത് കാരണം കൊണ്ട് അടുത്ത ക്രിസ്മസിന് ഒരു 3 മണി കാണാമെന്നില്ല. അപ്പൊ ഇനി അടുത്ത ക്രിസ്മസിന് ഇനി ഞങ്ങൾ വിളിക്കണല്ലോ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു വിചാരിച്ചിരിക്കുന്നു. എന്തായാലും പോട്ടെ. അപ്പൊ ഇന്ന് ശരിക്കും ഒരു പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു. അത് കാരണം ടൈറ്റ് ആയിട്ട് ഇതിന്റെ ഇടയിൽ തന്നെ സമയം കൃത്യമായിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പൊ എന്തായാലും പ്രത്യേകിച്ച് ഇതിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും സോളമനത്തിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയണേ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ദർശന ക്ലബിന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. അപ്പൊ ശരിക്കും ഇതില് നമ്മൾ പലതരത്തിലുള്ള ആളുകളെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ നമ്മള് ചിലപ്പോ ഇങ്ങനെ പറയാറുണ്ട് ഭിന്നശേഷിന്ന്. ശരിക്കും ആ വാചകത്തിന് തന്നെ ഒന്ന് മാറ്റിയപ്പോ എനിക്ക് തോന്നിയത് ഭിന്നമായ പലതരത്തിലുള്ള ശേഷികളുള്ളത് ഞങ്ങൾക്ക് ഇപ്പൊ എനിക്കിപ്പോ എനിക്ക് പറയാൻ കഴിഞ്ഞാൽ കുറെ ശേഷികളൊക്കെ കുറവാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാചകം അടിക്കുന്ന നന്നായിട്ട്, അല്ലാതെ പിന്നെ അതിനും പുറമെ വേറെ പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളിലൊക്കെ ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടുള്ളൂ കുറച്ച്. ധ്യാന കേന്ദ്രത്തിൽ ഇപ്പൊ അവിടെ ചെന്ന കാരണം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ധ്യാനമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് തിരക്കൊക്കെ ആയിട്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു പലപ്പോഴും പല സ്ഥലത്തും ഇപ്പൊ പല മോട്ടീവ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ഞാനിങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസും അതൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അങ്ങനെ നോക്കാറുണ്ട്. അതിൽ ഹെലൻ കെല്ലർ, നിക് ജോൺസൺ അങ്ങനത്തെ ആളുകളുടെ ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. കാരണം നമുക്ക് ശരിക്കും മോട്ടീവ് ആവുന്ന തരത്തിലുള്ള, എന്ന് വെച്ചാൽ ശരിക്കും പ്രോത്സാഹനം തരുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയും നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. എന്ന് വെച്ചാൽ പലപ്പോഴും അടി പിടിച്ച് ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് അങ്ങനെ വെറുതെ കാലത്ത് എഴുന്നേറ്റു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു പിടിയൊന്നും ഇല്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വൈകുന്നേരം ആകുന്നു. ഓരോ ദിവസങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോണ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ ധ്യാന കേന്ദ്രത്തിലേക്ക് ആകുമ്പോൾ പലരും വന്ന് പറയാറുണ്ട്. അമ്മമാരും പിന്നെ അതുപോലെ തന്നെ ചില അപ്പന്മാരൊക്കെ പാരന്റ്സ് അവരുടെ മക്കളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയാറുണ്ട്. അപ്പൊ കാലത്ത് എഴുന്നേറ്റ് ആകെയുള്ള അവരുടെ പ്രധാന വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈലും തോണ്ടിയിരിക്കില്ല. അപ്പൊ അങ്ങനെ പല ആളുകളും സ്വസ്ഥമായിട്ട് ഇങ്ങനെ മൊബൈൽ തോണ്ടിയിരിക്കുന്നവരുടെ ഇടയിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ് ദർശന ക്ലബ്ബ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നേരെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു പുഴ പോലെ തന്നെ ദർശന ക്ലബ്ബ് ശാന്തമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഓരോ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ നന്നായി ഇടപെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ കുറെയൊക്കെ ഞാനിത് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു ചാൻസ് എനിക്ക് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചു കുറച്ച്, ഇതെന്താണ് ഈ പരിപാടി എന്നുള്ളത്. അപ്പൊ അങ്ങനെ പല ആളുകളൊക്കെ ഉണ്ട്. ഇന്ന് നല്ലൊരു മത്സരം ഞങ്ങളോട് നടത്തുക എന്ന് പറഞ്ഞു കേട്ടു.
അപ്പൊ അതിന് കുറച്ച് പേരൊക്കെ പോയിണ്ടാവും. അത് കാരണം കുറച്ച് പേര് ഇതിൽ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും അപ്പൊ അവരവിടെ ഒരു ചെറിയ പ്രവർത്തനത്തിന് പോയതാണെന്ന് മനസ്സിലായി. അപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മളുടെ കഴിവുകള് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഇതിപ്പോ പലപ്പോഴും പറയാനായിട്ടുണ്ട്, ആനയ്ക്ക് ആനയുടെ കഴിവ് അറിയുന്നില്ലാന്ന്. അല്ലെങ്കിൽ ആനയ്ക്ക് ശരിക്കും ആനയുടെ കഴിവ് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളൊന്നിപ്പോ ഈ ലോകത്ത് ഭൂമുഖത്തൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ വലിയ ചെവി കാരണം അതിന് ബാക്കിൽ ആനയുടെ വലുപ്പം ആനയ്ക്ക് മനസ്സിലാവുന്നില്ല. കുഞ്ഞെ കണ്ണ് കർത്താവ് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അത് കാരണം ആ കുഞ്ഞെ കണ്ണ് വെച്ചിട്ട് അത് നോക്കുമ്പോ കാണുന്ന അതിന്റെ വിചാരത്തില് അത് കുഞ്ഞെ ജീവിയാന്ന് വെച്ചിട്ട് അത് ജീവിച്ചോണ്ടിരിക്കുക. അപ്പൊ ജീവിച്ചോണ്ടിരിക്കുമ്പോ അതിനുള്ള ശരിക്കുള്ള കഴിവ് അതിന് മനസ്സിലായെങ്കിൽ ഒരിക്കലും ഈ കുഞ്ഞു ചങ്ങലയിലൊന്നും അതിനെ കെട്ടിയിടാൻ പറ്റില്ല. അല്ലെങ്കിൽ ചെറിയൊരു ഈ ഇതുപോലെ ചെറിയ ചങ്ങലകളിലൊക്കെ വെച്ച് നമ്മൾ പൂരത്തിനും ആഘോഷങ്ങൾക്കൊക്കെ നമ്മൾ അതിനെ എഴുന്നള്ളിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ശക്തി മനസ്സിലാവാത്ത കാരണം കൊണ്ടാണ് പലപ്പോഴും അത് നമ്മളെ അനുസരിച്ചൊക്കെ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെയാണ് നിങ്ങളും നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ അങ്ങനെ ഒത്തുചേർന്ന് നിൽക്കുമ്പോൾ നമുക്കും കൃത്യമായിട്ട് നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കാൻ പറ്റും. പലതരത്തിലുള്ള ടാലന്റ് ഉള്ള ആളുകളാണ് പല ആളുകളും. ഒരിക്കലേ ഞാൻ ശരിക്കും എനിക്ക് പാട്ട് പാടാനൊന്നും വലിയ പിടിയൊന്നുമില്ല. എഴുതാൻ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഇടയ്ക്ക് തോന്നിയായിരുന്നു. അപ്പൊ ഞങ്ങള് കട്ടപ്പനയിലായിരുന്ന സമയത്ത് അവിടെ ഒരു പ്രോഗ്രാം വന്നു. അപ്പൊ പ്രോഗ്രാം വന്നപ്പോ ഒരു 10 പാട്ട് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 10 പാട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞപ്പോ പലരും പാട്ടുകളൊക്കെ എഴുതി. അപ്പൊ എന്നോട് പറഞ്ഞൊരു പാട്ട് എഴുതാൻ. അപ്പൊ എനിക്ക് പറഞ്ഞു ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല, ഞാൻ വേണമെങ്കിൽ നോക്കാം എന്നുള്ളത്. പക്ഷെ പാട്ട് എഴുതിയപ്പോ എനിക്ക് തോന്നി എനിക്ക് എഴുതാൻ കഴിവുണ്ട്. പക്ഷെ ഞാൻ ആ കഴിവ് ഇതുവരെ ഞാൻ വിനിയോഗിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അത് കാരണം കൊണ്ട് തന്നെ അതവിടെ അങ്ങനെ കിടക്കായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലേക്ക് ശരിക്കും ഉള്ളിലേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മളും പലതരത്തിലുള്ള കഴിവുകളുള്ളവരാണ്. പല കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യാനുള്ള നമുക്ക് കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ പലപ്പോഴും അതിന്റെ മുകളിൽ ചാരം വീണ് കിടുക. ആ ചാരത്തൊക്കെ ഊതി കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കനലുണ്ട്, അത് കത്തിക്കാൻ നമുക്ക് പറ്റും. അതിനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സർവേശ്വരന്റെ കൃപയാണത്. ആ കഴിവുകൾ ഓരോരുത്തർക്കും നമ്മളിതൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ദൈവത്തിന്റെ അടുത്ത് നമ്മൾ എത്തുമ്പോ ദൈവം നമ്മളോട് തന്ന കഴിവുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും പല കഴിവുകളും നമ്മൾ വെറുതെ മൂടി നമ്മൾ അടച്ചു വെച്ചിരിക്കുക. നമ്മൾ തുറന്നു നോക്കുന്ന പോലും ഇല്ല. എനിക്ക് ഇതിന്റെ ഇടയിൽ പെട്ടെന്ന് എനിക്ക് തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ അത് ഇതൊക്കെ ആയിട്ടുള്ള ചെറിയ കുറെ ചിന്തകളാണ് ഞാൻ പങ്കുവെക്കാന്ന് വിചാരിച്ചത്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു യാത്ര പുറപ്പെടുന്ന ഒരു സ്ഥലത്ത് എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ആ പ്രോഗ്രാമിന് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വെച്ചിട്ടാണ് സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇതായത്. അപ്പൊ പുറത്തിറങ്ങിയിട്ട് ഞാൻ ഈ പ്രോഗ്രാമിന്റെ ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് 2 മണി നേരത്തെ ഇറങ്ങുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ വണ്ടിയുടെ ഇടയിൽ യാത്രയുടെ ഇടയിൽ പല സ്ഥലത്തും അവിടെ ഇവിടെയൊക്കെ ബ്ലോക്ക് കിട്ടി. ഒരു ചെറിയ ലോങ് ആയിരുന്നു. അത് കാരണം തന്നെ പല സ്ഥലത്തും ബ്ലോക്ക് കിട്ടിയപ്പോ അതിന്റെ ഇടയിൽ ഒരു സ്ഥലത്ത് ചാടി ഇറങ്ങിയിട്ടാണ് ഇപ്പൊ ഞാൻ പരിപാടിക്ക് ഇറങ്ങിയത്. ഓക്കെ, അപ്പൊ താങ്ക് യു. എന്തായാലും അപ്പൊ അത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ ബാക്കിൽ കട കാണുന്നത്, അല്ലാതെ ഞാൻ ഈ കടയിൽ ഓണറൊന്നല്ല. അപ്പൊ എന്തായാലും അവര് സമ്മതിച്ചു. അതൊരു വിദ്യാർത്ഥിയാണ്. ആളെ സമ്മതിച്ച ആള് പറഞ്ഞു കുഴപ്പമില്ല അച്ഛൻ വന്ന എന്താ മീറ്റിംഗ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്തോ, ചെയറൊക്കെ ഇട്ട് തരാന്ന് കൊണ്ട് ആള് ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഞാൻ എന്നെക്കാളും കൂടുതലായിട്ട് ആളാവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത്. എന്തായാലും എനിക്ക് തോന്നി ഇത്രയും നല്ലൊരു ഗ്രൂപ്പിനെ എനിക്ക് കുറച്ച് നേരത്തേക്ക് കിട്ടിയതാണ്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ തന്നെ പലപ്പോഴും ഒരു ഒത്തുചേരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒന്ന് ഒത്തുചേരുക ഒരുമിക്കുക അങ്ങനെയുള്ള ഒരു പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചിന്ന ഭിന്നമായി പോകുന്നതൊക്കെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയുള്ളൂ. നമുക്ക് ചെയ്യാൻ കഴിവുകളുണ്ട് നമുക്ക് പലപ്പോഴും, പക്ഷെ നമ്മൾ അതിൽ പലതിലും നമ്മൾ ഇൻവോൾവ് ആവണില്ല. നമുക്ക് എനിക്ക് പെട്ടെന്ന് തോന്നിയത് കഴിഞ്ഞ ഈ അടുത്തായിട്ട് ഡൽഹിയിൽ നടന്നൊരു മത്സരം. പെട്ടെന്ന് ഇതിന്റെ കാര്യം ഓർത്തപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആ ചിന്തയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് മത്സരങ്ങളാണെങ്കിലും ആ മത്സരത്തിലൊക്കെ ഫസ്റ്റ് നേടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുള്ളൂ. 10-20 പേര് ഓടി കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും സമ്മാനം കിട്ടുന്നില്ല, ഒരാൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അത് വിചാരിച്ച് എല്ലാവരും ഓടാണ്ടിരിക്കണില്ല. എല്ലാവരും ഓടുന്നുണ്ട്. ഓടി കഴിഞ്ഞാൽ ഒരാൾക്കാണ് നമുക്ക് സമ്മാനം കിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വെറുതെ ഓടുകയാണ്, കാരണം ഫസ്റ്റ് കിട്ടാനുള്ള ഒരു ആഗ്രഹത്തില്. അപ്പോ അതുപോലെ ഒരു മത്സരം നടക്കുകയാണ്. അപ്പൊ അത് ആ മത്സരത്തില് ഇങ്ങനെ കുറച്ച് ഭിന്നശേഷിയുള്ള ടീമുകളുടെ അങ്ങനത്തെ ഒരു മത്സരമാണ്. അപ്പൊ ആ മത്സരത്തിൽ അത് ഞാനത് ഒരു കണ്ടതാണ്, ക്ലിപ്പ് കണ്ടതാണ്. അപ്പൊ അത് കുറച്ചുകൂടി എനിക്ക് മോട്ടീവ് ആവും തോന്നി. അത് കാരണം കൊണ്ട് ഞാൻ അത് ആ ക്ലിപ്പ് എടുത്തതാ. അപ്പൊ ആ ക്ലിപ്പിൽ എനിക്ക് മനസ്സിലായതാ, മത്സരം തുടങ്ങി എല്ലാവരും ഭയങ്കര സ്പീഡിൽ ഓടാനുള്ള വിസിലൊക്കെ അടിച്ചു. അപ്പൊ എല്ലാവരും കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കില്ല പെട്ടെന്ന് ഒരു കൊച്ചു മാത്രം വീഴുകയാണ്. അപ്പൊ നിങ്ങൾക്ക് പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ, കുറച്ചു കാലം മുമ്പ് ഉണ്ടായതാ.
അപ്പൊ ഈ വീണ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഉണ്ടായത് സ്വതവേ എല്ലാ മത്സരത്തിലും ഇപ്പൊ നമ്മള് വലിയ അത്ലന്റിക് മത്സരത്തിലൊക്കെ ആണെങ്കിലും എല്ലാവരും ഓടുന്നതിന്റെ ഇടയിൽ ഇപ്പൊ ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും ഓടി ആർക്ക് ഫസ്റ്റ് ഇടണ്ടാവും, ഫസ്റ്റ് ഇടേണ്ട ആൾക്ക് ഓടി അങ്ങനെ അവര് ഇത് എടുക്കുള്ളൂ. പക്ഷെ ഈ മത്സരത്തിൽ ഞാൻ കണ്ട പ്രത്യേകത, വീണ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ബാക്കി ഓടി പോയ ടീമുകളൊക്കെ നിന്നു. എന്നിട്ട് അവരൊക്കെ കൂടി തിരിച്ചു വന്നിട്ട് ഈ കുട്ടീനെ കൂടി എടുത്ത് വീണ കുട്ടീനെ പിടിച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ എന്താ പറയാ മാർച്ച് ചെയ്ത് പോണ പോലെ സ്ട്രൈറ്റ് ആയിട്ട് പോയിട്ട് എല്ലാവരും ഒരുമിച്ച് ഫസ്റ്റ് എടുത്തു. അപ്പൊ എനിക്ക് തോന്നി അത് കണ്ടു കഴിഞ്ഞപ്പോ ആ ഗാലറിയിൽ എല്ലാവരും നന്നായി പൂര കൈയടിച്ചോണ്ടിരിക്കുക. യഥാർത്ഥത്തിലൊരു ഒത്തുചേരൽ അല്ലെങ്കിൽ മത്സരത്തിന്റെ, നമ്മൾ ശരിക്കും ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം മത്സരത്തിന്റെ ഒരു ലോകത്തിലാണ് നടക്കുന്നത്. എല്ലായിടത്തും ബിസിനസ് റിലേഷൻ ആണ്. പിന്നെ അതുപോലെ സ്നേഹം എന്ന് പറഞ്ഞത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, അത്ര തന്നെയുള്ളൂ. അത് ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല, അത്രേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു പേരിന് വേണ്ടിയിട്ട് എല്ലാവരും സ്നേഹിക്കുന്നു. പലതും ബിസിനസ് റിലേഷനാ, എനിക്ക് എന്ത് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം നമ്മൾ സ്നേഹിക്കുന്നതാണ്. പക്ഷെ മുറിച്ചു കൊടുക്കുന്ന ഒരു സ്നേഹമുണ്ട്. എന്ന് വെച്ചാൽ ഒരു വീട്ടിലാണെങ്കിൽ അപ്പൻ മക്കൾക്ക് വേണ്ടി മുറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അമ്മ കിച്ചണില് മക്കൾക്കും ഭർത്താവിനവർക്കും അവിടെ സ്പെൻഡ് ചെയ്യുന്നു, ഈ കിച്ചണിലാണെങ്കിലും ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിലും. അപ്പൊ മുറിയപ്പെടുന്ന ഒരു സ്നേഹത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് ശ്രമിക്കാം. പ്രത്യേകമായിട്ട് ഇപ്പോ ഈ ക്രിസ്തുമസിന് നമ്മൾ ഒരുങ്ങുമ്പോ, ക്രിസ്തുമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേര് സൂചിപ്പിക്കുന്ന പോലെ ക്രിസ്തുവിന്റെ ജനനത്തിരുന്നാളാണ്. ക്രിസ്തു എന്ന് പറഞ്ഞ വലിയ രാജാവായി പിറക്കേണ്ട ഒരാള് ഒരു കാലിത്തൊഴുത്തിൽ പിറന്നതിന്റെ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. വലിയ വലിയ വിജയങ്ങളുടെ കഥയൊന്നല്ല, ഒക്കെ പരാജയത്തിന്റെയും തോൽവിയുടെയും കഥയൊക്കെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പരാജയവും തോൽവി ഉണ്ടെങ്കിലും ഒറ്റ യുദ്ധങ്ങൾ പോലും ആള് നടത്തിയിട്ടില്ലെങ്കിലും ആള് ലോകം കീഴടക്കിയതാ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അഹിംസയിലൂടെ ഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. കുറെ നന്മ ചെയ്ത് കടന്നുപോയ ഒരു വ്യക്തി. അപ്പൊ സ്നേഹത്തോടെ നമുക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, സ്നേഹം മറ്റുള്ളവർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും നമുക്ക് നമ്മുടെ സ്വന്തമാക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് തോന്നുന്നു. പ്രത്യേകമായിട്ട് ഇപ്പൊ ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഇതിൽ പറഞ്ഞ പോലെ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അത് കാരണം ഈ വലിയ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും. ദർശന സർവീസ് സൊസൈറ്റിയുടെ അവർ ലേഡി ഓഫ് സോറസ് ഗ്രൂപ്പ് നടത്തിയ എന്റെ അടുക്കള പാചക മത്സരത്തിലെ വിജയികളെ ഒന്ന് അനൗൺസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് 3 വിജയികളെയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ്ട് അറിയും എന്ന് വിചാരിക്കുന്നു, കാരണം നന്നായി പാചകം ചെയ്തിട്ട് ഈ ആളുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇവരെ കാണണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഇത്ര നല്ല പാചകക്കാരാണെങ്കിൽ അവരുടെ അടുത്ത് പോയി ഒന്ന് ഒരു പാചകം കഴിച്ചു നോക്കണ്ട എങ്ങനെയുണ്ടെന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. എന്തായാലും ഇതിൽ പറഞ്ഞ പോലെ അതിനുള്ള ഭാഗ്യം സോളമനത്തിനൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അവരൊന്നും കണ്ടില്ലെങ്കിലും അവരെ ഈ മത്സരത്തിൽ വിജയിച്ചവർക്ക് 3 കൂട്ടർക്കും അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒത്തിരി നന്ദി പറയാണ്, അനുമോദനം നേരെയാണ്. പ്രത്യേകമായിട്ട് ഇതില് തേർഡ് കിട്ടിയിട്ട് ഈ അവർ ലേഡി ഓഫ് സോറസ് ഗ്രൂപ്പ് നടത്തിയ എന്റെ അടുക്കള പാചക മത്സരത്തിൽ തേർഡ് കിട്ടിയിരിക്കുന്ന വ്യക്തി ലത ബാബു എന്ന ചേച്ചിയാണ്. ആൾക്ക് 500 രൂപയാണ് സമ്മാനം അടിച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഇതിന്റെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ലിസി വർഗീസ് എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ആൾക്ക് 750 രൂപ, അതാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ എന്റെ അടുക്കളയില് എല്ലാ അടുക്കളകളും അടിപൊളിയായിട്ട് പാചകം നടത്തി നല്ല സ്മെല്ലൊക്കെ ഉള്ള അടിപൊളി കറികളൊക്കെ ഉണ്ടാക്കി വലിയൊരു കുക്കാണ് ഞാൻ. നല്ല വീട്ടിലുള്ള എല്ലാവരെയും വളരെയധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് തെളിയിച്ച നമ്മുടെ മാഡം ധന്യ മാത്യു ആണ്. അവർക്ക് ലഭിച്ചിരിക്കുന്നത് 1000 രൂപയാണ്. ഈ 3 പേർക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ നേരെയാണ്. ഇവർക്ക് സമ്മാനം കിട്ടുന്നത് ഡിസംബർ 10 പോപ്പോൾ പീസ് ഹോമിൽ നടക്കുന്ന പ്രോഗ്രാമാണ്. അവരുടെ ആ പ്രോഗ്രാമില് ഈ അവർ ലേഡി ഓഫ് സോറസ് ഗ്രൂപ്പിന്റെ വാർഷിക പ്രോഗ്രാമാണ് പോപ്പോൾ പീസ് ഹോമിൽ നടക്കുന്നത്. ആ പ്രോഗ്രാം വെച്ചാണ് അവർക്ക് സമ്മാനം നൽകുന്നത്. അപ്പോ ഡിസംബർ 10 ആ പ്രോഗ്രാമിലേക്ക് ഇവരെ 3 പേരും പ്രത്യേകമായി ഹാർദവമായി ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോ അവിടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രത്യേകമായ ഒരു ആകാംക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത് നിർമ്മല കോളേജ് ചാലക്കുടിയിലെ അധ്യാപികയായ വിദ്യ കൃഷ്ണകുമാർ മാഡമാണ്. ഒരുപാട് കുട്ടികൾക്ക് അറിവും സ്നേഹവും ധൈര്യവും കൊടുക്കാൻ ഒരു അധ്യാപികയ്ക്ക് സാധിക്കും. താൻ പഠിപ്പിച്ച കുട്ടികളുടെ സാന്നിധ്യം വർഷങ്ങൾ കഴിഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാൻ സാധിക്കും എന്നത് ഏറെ സന്തോഷമുള്ള മുഹൂർത്തമാണ്.
എത്ര വർഷം കഴിഞ്ഞും പഠിപ്പിച്ച കുട്ടികൾ ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ആദരവ്, അതൊന്ന് വേറെ തന്നെയാണ്. വിദ്യ മാം എൻ്റെ കൂട്ടുകാരി കൂടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഏറെ സ്നേഹത്തോടെ വിദ്യാമ്മിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട റവറൻ ഫാദർ വെന്നി വർഗീസ്, ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശനയുടെ ക്ലബ് ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ സോളമൻ കാട്ടുപറമ്പിൽ, പിന്നെ വലപ്പാട് മുൻ പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട ശ്രീ വിഷു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് PK, ശ്രീ ജോർജ് കൊരട്ടി, പ്രാർത്ഥന ചൊല്ലിയ കുമാരി മേരി ആഗ്നസ് ജോർജ്, കുമാരി ട്രീസ മുള്ളൂർക്കര, പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരി ലീന, സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സദസ്സിലിരിക്കുന്ന സഹോദരന്മാരെ, ആദ്യമായിട്ട് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്, ഇന്നത്തെ ഈ സ്നേഹസംഗമത്തിലേക്ക് എന്നെ വിളിച്ചതിന്, എന്നെ ക്ഷണിച്ചതിനും നിങ്ങളോടൊത്ത് കുറച്ച് സംസാരിക്കാൻ സാധിച്ചതിനും ഒരുപാട് നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. ഞാൻ സത്യത്തിൽ ലീനയിലൂടെയാണ് ദർശനയെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചത്. എനിക്ക് കൂടുതൽ ദർശനയെ കുറിച്ച് അറിയുമ്പോൾ കൂടുതൽ വളരെയധികം സന്തോഷം തോന്നിയിരുന്നു. പല കാര്യങ്ങളും ഞാൻ എടുത്തു നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൽ ഒരുപാട് പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലായി. അതായത് ഈ ദർശന എന്ന് പറയുന്ന സൊസൈറ്റി ക്ലബിനെ വളരെ ഉന്നത നിലയിലേക്ക് എത്തിക്കുന്നതിൽ നമ്മുടെ ഫാദർ സോളമനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുറകിൽ ഒരുമിച്ചൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരും ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഒരുപാട് ശ്ലാഘനീയം തന്നെ. ഒരുപാട് പ്രയത്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് അതിൻ്റെ പ്രവർത്തന പദ്ധതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലീനയെ കാണുന്നത്, അതിൽ നിന്നും തുടങ്ങാൻ തോന്നണു. ഞാൻ ലീനയെ കാണുന്നത് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ അന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളെയൊക്കെ കാണാനിടയായിട്ടുണ്ട്. ലീന ക്ലാസ്സിൽ വരുന്നു. ലീനയെ പോലെ തന്നെ മറ്റ് ക്ലാസ്സുകളിലും പല കുട്ടികളും ഉണ്ടായിട്ടുണ്ട്. ഞാനും ലീനയും പഠിച്ചത് ചാലക്കുടി SHCGHS കോൺവെന്റ് ആണ്. അതിനോടനുബന്ധിച്ച് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ശാന്തി ഭവനുണ്ട്. അപ്പോൾ ശാന്തി ഭവനിലാണ് ഇത്തരം ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ താമസിച്ച് പഠിക്കുകയാണെന്ന് പതിവ്. ഇവിടെ ഒരു ശ്രീ ജോർജ് കൊരട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിനൊക്കെ അറിയായിരിക്കും. അവിടെ ചാലക്കുടിയിലെ ജോസ് കൊരട്ടി, ക്ഷമിക്കണം. അപ്പോൾ അന്ന് മുതലേ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളുടെ ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങളെന്നൊക്കെ അത്യാവശ്യം ഞങ്ങൾക്ക് ആ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് കുറേയും കൂടി പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയ്ക്ക് നൂതന സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. കുട്ടികളെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇവിടെ ശാന്തി ഭവനിൽ വന്ന് പഠിക്കുന്നത്. എന്തായാലും ഞങ്ങളും അവരോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും സഹകരിക്കുകയും പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും, അതൊന്നും ആരും പറയാതെ തന്നെ ഞങ്ങൾ തന്നെ ക്ലാസ്സിൽ തന്നെ ചെയ്യാറുള്ള കാര്യങ്ങളാണ് എന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഇന്ന് നമ്മളത് ചെയ്തു പോകുന്ന ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുന്നതാണെങ്കിലും പിന്നീട് വലുതായപ്പോഴാണ് ഇവർക്കൊക്കെ എങ്ങനെയായിരുന്നു ബുദ്ധിമുട്ടുകൾ, എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ അറിയാൻ സാധിക്കുന്നത്. നമ്മളന്ന് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള കാര്യങ്ങൾ എത്ര സന്തോഷത്തോടെ ഞങ്ങളെല്ലാവരും അതൊക്കെ കാര്യങ്ങൾ ചെയ്തു പോന്നിരുന്നത്. അപ്പോൾ എനിക്ക് ഞാനിവിടെ മനസ്സിലാക്കിയ കാര്യം, ഇതിലുള്ള ഓരോ വ്യക്തികളും ഒരുപാട് കഴിവുള്ളവരാണ്. ഒരുപാട് ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഒരുപാട് പല മേഖലയിലും കഴിവുള്ളവരാണ്. നമ്മുടെ കഴിവുകളെ കണ്ടെത്തി പ്രവർത്തിപ്പിക്കുന്നതിൽ ദർശനയുടെ പങ്ക് ചെറുതല്ല. കാരണം
ഇന്നത്തെ ഈ സാങ്കേതികമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് പല കാര്യങ്ങളും ഇന്ന് ലഭ്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ സാങ്കേതികമായിട്ടുള്ള ഡെവലപ്മെന്റ് ഇതിനൊരു വലിയൊരു ഘടകം തന്നെയാണ്. ആദ്യകാലങ്ങളിൽ നമുക്ക് വീട്ടിലിരുന്ന് മാത്രമേ കാര്യങ്ങൾ നടത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇന്ന് ഇരുന്ന് അന്ന് നടത്തുന്ന കാര്യങ്ങൾ ഇത്രയും എളുപ്പത്തിൽ നടക്കുമായിരുന്നില്ല. ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഇതിന്റെ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാര്യങ്ങളെ കുറിച്ച് അറിയുവാനും എന്ത് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുവാനും പുറം ലോകത്ത് അറിയിക്കുവാനും ഇങ്ങനെ ഒരു സാങ്കേതികമായിട്ടുള്ള ഡെവലപ്മെന്റ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം കഴിവുകളാണോ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് അതെല്ലാം പുറത്തേക്ക് കാണിക്കാൻ അത്തരത്തിലുള്ള വേദികൾ ഒരുക്കി തരാൻ തീർച്ചയായിട്ടും ദർശനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം തന്നെയാണല്ലോ ഇന്ന് നടക്കുന്ന നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ നടക്കുന്ന മത്സരങ്ങള്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും നമുക്ക് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരുപാട് അംഗങ്ങൾ ഇതിലുണ്ട്. അതായത് ദൈവത്തിന്റെ ഒരു പ്രത്യേക അനുഗ്രഹം നമുക്ക് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ആ കഴിവുകളെ മാത്രം നമുക്ക് ഉണർത്തി തീർച്ചയായിട്ടും മുന്നേറാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെല്ലാ മനുഷ്യർക്കും ഏതെങ്കിലും ഒരു മേഖലയിലാണ് എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവ് തന്നിട്ടുണ്ടാകാം. നമ്മൾ എത്രയോ നന്നായിട്ട് ഒരുപാട് ആരാധിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. നമ്മുടെ ചുറ്റുപാടിലും ഉണ്ട്. വലിയ വലിയ ആൾക്കാരിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ ചുറ്റിലും ഉണ്ടല്ലോ. ചിലർക്ക് വളരെ നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചിലർക്ക് പാടാനാണ് സാധിക്കുന്നത്. ചിലർക്ക് വളരെ നന്നായിട്ട് മികവുറ്റ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ഒരു പാഠമുണ്ട്. അതത്ര ചെറിയ കാര്യമൊന്നുമല്ല. ഒരു വലിയൊരു പരിപാടി വളരെ മികവുറ്റ നിലയിൽ സംഘാടന പാഠം എന്ന് പറയും. അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ് ഇന്ന് നടക്കുന്ന മത്സരങ്ങളും കാര്യങ്ങളും. അതിൻ്റെയൊക്കെ പിന്നിൽ അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിനൊരു രൂപരേഖ കൊടുക്കുന്നതിനും കാര്യങ്ങൾക്കും എല്ലാം തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയൊരു കയ്യടി തന്നെ കൊടുക്കണം. നിസ്സാരമല്ല കാര്യങ്ങളൊന്നും. അതിനോടൊപ്പം നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഒരു അതിൻ്റെ അൾട്ടിമേറ്റ് സന്തോഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് അതിൻ്റെ ഫലമുണ്ടാവുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെയാണ്. അത് കുടുംബത്തിലായാലും ഏതൊരു ഇടത്തിലായാലും ഒരു കൂട്ടായ്മയുടെ ഭാഗം മാത്രമാണ് ഇതിൻ്റെയൊക്കെ ഉന്നതി അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ടുള്ള ഒരു പരിസമാപ്തി എന്നൊക്കെ പറയുന്നത്. അത് ദർശനയിലുണ്ടെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ ഒരുപാട് ആൾക്കാർ നല്ല ഉന്നത നിലവാരത്തിലെത്തിയ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ റിലേഷനിലുള്ള ആൾക്കാർക്ക് തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും. ഞാനിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സാധാരണ ഒരു യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സുഖമായിട്ട് ജീവിച്ചു വരുന്ന ഒരാളാണ്. ഒരു ആക്സിഡന്റ് പറ്റി 2 കാലിനും ബുദ്ധിമുട്ടായി. ആ കാലഘട്ടങ്ങൾ അതിജീവിച്ചു പോയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമ്പോൾ മാത്രമാണ് പലരും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ്. പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അദ്ദേഹം വളരെ നല്ലൊരു ചെറിയ രീതിയിലൊരു ബിസിനസ്സൊക്കെ ആരംഭിച്ച് ഇപ്പോൾ വളരെ നല്ലൊരു രീതിയിൽ ബിസിനസ് ചെയ്യുന്നു. ഭാര്യ കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള ആർജവം, നമ്മുടെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു സ്പാർക്ക്, ഒരു ചെറിയൊരു കനൽ, അതിനെ അവിടെ ഊതി നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് ആളിപ്പടർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ആ ചെറിയൊരു സ്പാർക്കിൽ നിന്നും വലിയൊരു ഇതിലേക്ക് വലിയൊരു നമ്മൾ ആ ഒരു ഫയറിനെ ഉണർത്തുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷെ ഇത് പറയാൻ എളുപ്പമാണെന്നൊക്കെ അറിയാം. വലിയ ടാർഗറ്റുകളൊന്നും വേണ്ട എന്നാണ് എൻ്റെ ഒരു
രീതി. നമ്മൾ വലിയ വലിയ ലോങ് റണ്ണിലേക്ക് അല്ലെങ്കിൽ കുറെ വലിയൊരു ദീർഘകാലത്തേക്കുള്ള വലിയ വലിയ ടാർഗറ്റ് ഇടുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് ചെറിയ ടാർഗറ്റുകൾ ഇടുക. അതായത് ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ ഇത് ലോങ് റണ്ണില് അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു വർഷത്തെ ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടാകും. അത് ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ അങ്ങനെയാണല്ലോ എല്ലാം പ്ലാൻ ചെയ്യുന്നത്. ഒരാഴ്ചത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് എന്ത് ചെയ്യാം, നാളെ എന്ത് ചെയ്യാം, ഇത്രയും മതി. ഇതിങ്ങനെ ഓരോ നാളുകൾ അങ്ങനെ ശരിയായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായാലും നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കുറച്ചും കൂടി നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാകാം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരും പ്രവർത്തനങ്ങൾ തന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും പ്രചോദനം ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ കണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെന്നാണ് ഞാനിപ്പോ കുറച്ച് നാൾ കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം. ഒരുപാട് ജീവിത അനുഭവങ്ങളുള്ള നിങ്ങളോട് ഞാൻ എന്ത് പറയാൻ എന്ന് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് എന്നോടും പറയാൻ കാണും. നമുക്കൊരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് ദർശന. ആ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആരെങ്കിലും നമുക്കൊരു ചെറിയ സ്പാർക്കായിട്ട് അല്ലെങ്കിൽ ചെറിയൊന്ന് കൈ പിടിച്ച് ഉയർത്തിയാൽ മതി. ചെറിയൊരു കൈ ഉയർത്തിയില്ലെങ്കിൽ കൈ പിടിച്ചാൽ മതി. അത്രയും നമ്മൾ അപ്പോഴേക്കും നമ്മൾ ഉണർന്നു വരും. അതിന് പാകത നമ്മുടെ മനസ്സിലുണ്ട്. ആ ഒരു ഇതാണ് ദർശനയിലൂടെ ഞാൻ കണ്ടത്. നമ്മളെല്ലാവരും സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണ്. ഒരു സാമൂഹ്യ ജീവിയാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോ ഞങ്ങള് സ്കൂളിൽ പഠിച്ചത് കൊണ്ട് അന്ന് പ്രത്യേകിച്ച് വേറെ സ്പെഷ്യൽ സ്കൂളുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം വിദ്യാഭ്യാസ തലത്തിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഓരോ വ്യക്തിയും തിരിച്ചറിയണം. ആ ഒരു കാലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണം നമ്മൾ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് പലരുടെയും കഴിവുകളെയും പുറത്തു കൊണ്ടുവരാനും വീട്ടിലെ അംഗങ്ങൾ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാവർക്കും അത് മനസ്സിലാക്കാനും അവരെ വേണ്ട രീതിയിലുള്ള വേണ്ട പാതയിലൂടെ നയിക്കാനും സാധിക്കുന്നത്. അപ്പോഴാണ് അത് സാധിക്കുന്നത്. അതൊക്കെ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ ആ ഒരു ചെറിയ തലത്തിൽ നിന്ന് തുടങ്ങണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടികളിലാണ് എപ്പോഴും ഇത്തരത്തിലുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ കുട്ടികൾക്ക് എപ്പോഴും പറ്റുക. അത് മുകളിലുള്ള ആൾക്കാർ അവരെല്ലാവരും ബിൽട്ടപ്പായി അല്ലെങ്കിൽ അവരെല്ലാവരും ആ ഒരു മൈൻഡ് സെറ്റ് ആയി കഴിഞ്ഞു. പക്ഷെ കുട്ടികളിലൂടെ ഇപ്പൊ ലീന നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്കത് അതുകൊണ്ടാണ് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് എത്ര പ്രായം ചെന്നാലും ഞങ്ങളുടെ ഉള്ളിലൊക്കെ അത് അങ്ങനെ ഒരു കാര്യമൊക്കെ ഉണ്ട്. എനിക്ക് എന്റെ സജഷൻ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ അവസരങ്ങൾ വളരെ മികച്ച അവസരങ്ങൾ നമുക്ക് മുന്നിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും, അതുപോലെ നമ്മുടെ ചെറിയ കുട്ടികളില് പാഠ്യപദ്ധതികളൊക്കെ അതിലൂടെ കുട്ടികളെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കി നല്ലൊരു പൗരന്മാരാക്കി വാർത്തെടുക്കാൻ സാധിക്കുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ മൊബൈല് അങ്ങനെ നോക്കിയിരിക്കുന്ന ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അറിയാത്ത ആ രീതിയിലുള്ള പൗരന്മാരായി മാറുകയാണ് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ. അതാണ് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അവരുടേതായ ആവശ്യങ്ങളും അവരുടേതായിട്ടുള്ള ആ നിയമങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണെന്നുള്ള ഒരു ബോധം തീർച്ചയായിട്ടും നമ്മുടെ പാഠ്യപദ്ധതിയിലൂടെ ഉൾപ്പെടുത്തുമ്പോൾ അത് അവരിലൂടെ അത് പതുക്കെ മനസ്സിലാക്കപ്പെടും കാര്യങ്ങൾ. നമ്മുടെ പൊതുനിരത്തുകളിലും സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്വം എന്താണെന്നുള്ളതൊക്കെ തിരിച്ചറിവ് അവരിലൂടെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോ തീർച്ചയായിട്ടും ദർശനയുടെ സാരഥ്യം വഹിക്കുന്ന ഫാദറിന്റെ ഒപ്പം തന്നെ കൂടെ നിൽക്കുന്ന മറ്റൊരുപാട് പേരുണ്ടാകാം. എനിക്ക് പേരൊന്നും അറിയില്ല. അതുപോലെ തന്നെ അതിനോടൊപ്പം മുന്നോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്ന എല്ലാവരും, നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രം ദർശനം പൂർണ്ണമാവുന്നതും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. മികവുറ്റ രീതിയിൽ ഇനിയും ദർശനയുടെ പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും, അതേസമയം മത്സരാർത്ഥികൾ
മത്സരിച്ചവർക്കും വിജയിച്ചവർക്കും എല്ലാവർക്കും അനുമോദനങ്ങൾ. ഇന്നും മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും അനുമോദനങ്ങൾ. ഈ വരുന്ന ക്രിസ്മസ്, അതുപോലെ തുടർന്ന് വരുന്ന ന്യൂ ഇയർ, എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും നല്ലൊരു ന്യൂ ഇയറും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി നന്ദി പറയുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ട്രീസ മുള്ളൂർക്കരയെ ക്ഷണിച്ചുകൊള്ളുന്നു. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തുന്ന 130ാമത് സ്നേഹസംഗമത്തിലേക്ക് എല്ലാവർക്കും നന്ദി പറയുവാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആദ്യമായി നന്ദി പറയുന്നത് ദർശന ക്ലബിന്റെ ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റുമായ റവറർ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയ റവറർ ഫാദർ വിന്നി വർഗീസ്, കപ്പൂച്ചിനാശ്രമം ഡയറക്ടർ ഗാഗുൽത്ത ട്രീറ്റ് സെന്റർ കുറുമാൽ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ സ്നേഹസംഗമത്തിലേക്ക് മുഖ്യ അതിഥിയായി വന്ന ചാലക്കുടി നിർമ്മല കോളേജ് അധ്യാപികയായ ശ്രീമതി വിദ്യാ കൃഷ്ണകുമാറിനെ എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തത് ആശംസ പറയുവാനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വലപ്പാട് മുൻ പഞ്ചായത്ത് മെമ്പറും സോഷ്യൽ വർക്കർ, ക്ഷീരകർഷകൻ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ശ്രീ മിഷോ സാറിനെ എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തതായി ദർശന ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ ഷിബിൻ ഹാരിക്കും സെക്രട്ടറിയായ ജ്വലനയ്ക്കും കോർഡിനേറ്ററായ പിയൂസ് കോട്ടപ്പുറത്തിനും എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് ഈ സ്നേഹസംഗമത്തിൽ പ്രാർത്ഥനാഗാനം ആലപിച്ച കുമാരി മേരി ആഗൻസിനും സ്വാഗതം പറഞ്ഞ ജോർജ് ചാലിശ്ശേരിക്കും റിപ്പോർട്ട് അതിമനോഹരമായി അവതരിപ്പിക്കുന്ന കൊരട്ടി ജോസേട്ടനും എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ 130ാം സ്നേഹസംഗമം അതിമനോഹരമായി അവതരിപ്പിച്ച ലീനയെയും എന്നെ ഈ സ്നേഹസംഗമത്തിലേക്ക് നന്ദി പറയുവാൻ വിളിച്ച നമ്മുടെ ലീഡറായി പ്രവർത്തിക്കുന്ന ലില്ലി ആറ്റത്രയെയും എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അവസാനമായി ഈ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും എൻ്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.